ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഒരു ആക്ടറായ സൂര്യ സാറിൻ്റെ ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയത്. ഗരുഡൻ, ആ പടത്തിലെ നായകൻ സൂര്യ സാറായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ്. അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദുരൈ സെന്തിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു. ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ. എന്നാൽ ഐ ടെൽ യു വൈ. ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ ഞാൻ சொல்கிறது പുരിയതിൽ നമുക്ക് ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക, എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫ്രം ദെയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ്. ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദ വേ ഹിയസ് എന്താ പറയുക, ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ്, ഇത്രയും വലിയൊരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കൺഗ്രാജുലേഷൻ സാർ. ഇതൊരു വലിയൊരു സ്വിച്ച് ഇതാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി എന്താ പറയുക ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ ഹവ് മെറ്റ്. ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഉങ്ങളുടെ പേഴ്സണാലിറ്റി இந்த ക്യാരക്ടർ കണ്ടിപ്പാக இருக்கும். ആൻഡ് കറക്റ്റ് തന്നെ സാർ. സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫെൻറ്റാസ്റ്റിക്. സിനിമയിൽ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സ്വാസിക, ഹേഷാം, നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം. ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം, ഇറ്റ് ഈസ് ആസ് ഈക്വലി ഈസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച്. ബിക്കോസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്. സോ ഈ സിനിമ ഗംഭീര വിജയമാവുമെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കിടയത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ വന്നാറ് സാർ. സോ അവർക്കും ഫ്രം കേരള ദേ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ. ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർഷങ്ങൾക്കപ്പുറത്ത് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയപ്പോൾ சார் நான் வந்து ஆஃப்டர் 13 years தான் தமிழில் ஒரு படம் நடித்தேன். ஐ ஹேட் அ கிரேட் டைம். நான் ஐ எம் வில்லிங் டு லுக்கிங் ஃபார்வர்ட் டு ஒர்க் வித் யூ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. എല്ലാവിധ ആശംസകൾ. ദാറ്റ്സ് കൺവേയിങ് മൈ ബെസ്റ്റ് വിഷസ് ടു ഐശ്വര്യ ഓൾസോ. ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു ഓൾസോ ഇൻ മലയാളം ആൻഡ് ഫോർ യു ഓൾസോ ഞാൻ തമിഴിൽ അഭിനയിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുഖമാണോ? 2 lanes, மார்னிங்லேருந்து ஈவினிங் வரைக்கும் 2 lanes தான். ஸோ நெக்ஸ்ட் டைம் ஒரு 4 lanes ஐ வில் ட்ரை. சாரி, வெரி சாரி. மலையாளம் அறியிಲ್ಲ, இஷ்டமல்ல. இங்கிலீஷும் கொஞ்சம் இல்லை. ஸோ ஃபாஸ்ட் ட்ரெயின் போடுற மாதிரி டாக்கி
ஃபுல் ஃபாஸ்ட்டு. ஸோ நான் கேட்ச் பண்ண ஐ வில் ட்ரை பட் முடியலை ஃபாஸ்ட். ஓகே சார். சாரி. இட்ஸ் ஓகே சார். உங்களுக்காக நான் தமிழ்ல சொல்றேன். ஐயோ. ஆனா எனக்கு தமிழ் இது மட்டும் தான் தெரியும். and I think everybody will help me to okay, translate my brother. ஆமா ஓகே நீங்க ஓகே மை பிரதர் ட்ராமாட்டிக் பண்ணிடுறாரு. ஓகே இந்த கதை வந்து ஃபஸ்ட்டு ஓன் ஸ்டோரி தான். ஓன் ஸ்டோரின்ற விட தமிழ் ஃபேமிலி ஸோ எல்லாத்துலேயுமே இருக்கிற கரண்ட்டில் இருக்கிற ஒரு ஸ்டோரி தான் இது. ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இருக்குது. ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு 1.5 years நான் இந்த ஸ்டோரி பண்ணேன். என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க. மை ஹீரோ நான் அப்படி தான் சொல்லுவேன் எனக்கு. ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி அவார்டு மூவி கொட்டுக்காளி பார்த்துருப்பீங்க. ஸோ இந்த 3 படமே வேறு ஜேர்னலில் இருக்கும். ஸோ இப்போ நெக்ஸ்ட்டு மூவி பண்ணுறப்போ எனக்கு ஒரு ஃபேமிலி மூவி பண்ணால் நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன். பட் எனக்கு அதர் சைடு நிறையா ஸ்கிரிப்ட் வந்துச்சு. பட் எனக்கு நான் எதிர்பார்க்கும் போது கொஞ்சம் நல்லா இருந்துச்சு. பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ஆல்ரெடி என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு. ஸோ இந்த டைரக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க. அவங்க ஸ்டோரி சொன்னாங்க. ஓகே பட் நல்லாயிருக்கு ஒரு ஸ்டோரி. பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ப்ரொடியூசர் சொன்னார் ஆல்ரெடி சூரிய சாட்டு ஒரு ஸ்டோரி இருக்குது ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க. நான் ஸ்டோரி சொன்னேன். அவர் பிரசாந்த் டேரக்டருக்கு ரொம்ப பிடிச்சி போச்சு. என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது. கொஞ்சம் மை ஃபேமிலியில் என்ன கொஞ்சம் எமோஷ்னலான சில விஷயங்கள் இதில் இருக்குது. அப்போ நான் ஸ்டோரி சொன்னோன்னே டைரக்டர் சொன்னார் அண்ணா தேங்க்யூ, இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை, நிறைய எல்லார் ஃபேமிலியிலும் இது இருக்குது, இது ரொம்ப நல்லாயிருக்கும், இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க. உடனே நான் அப்படி தான் இந்த மூவி ஸ்டார்ட் ആச்சு. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാർക്കോടെ എൻ്റെ മാർക്ക് വേണ്ടി പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി, മലയാളത്തിൽ റിലീസായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ്. സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം, എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവാണ്, ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് പറയുമ്പോൾ சொல்லாம இருக்க முடியாது. பிகாஸ் എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യാരും എനിക്കാக அப்படி പണ്ടതില്ല ഇതുവരെയ്ക്കും. നീ അത് പണ്ടുങ്ങ നിങ്ങളത് ചെയ്ത് അപ്പോൾ അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്നത് இந்த படம் வந்து பெரிய ஹிட் ஆகணும். அது എന്താണെന്ന് വെച്ചാൽ യു ആർ ജെന്യുവൻലി എ വെരി ഗുഡ് ഗൈ and you deserve all the success. and இந்த கதை உங்களோட லைஃப் ஸ்டோரி லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் உள்ள பிரச்சனை வராது சார். உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து யூ ஹவ் ஃபேஸ்ட் அ லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹவ் பிகம் வெரி சக்ஸஸ்ஃபுல். எனக்கு சில விஷயங்கள் பர்சனல் விஷயங்கள் எனக்கு தெரியும். அது கேட்டு ஐ ஹவ் பீன் வெரி இன்ஸ்பயர்ட். ஸோ உங்களோட சக்ஸஸ் நான் எதிர்பார்க்குறேன். and wish you all the very best. okay thank you. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിലൊരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂരി സാർ എത്തുകയും നമുക്കത് റെപ്രസെൻ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം. അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് റിലീസായ ഒരു ഫിലിം, ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു. കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വാസ് മൈൻഡ് ബ്ലോൺ. ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, everything is going to be changing after this film, and that was Marco. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ് ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലെസ് ഓൾ ഓഫ് us in this occasion. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ. അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ആൻഡ് താങ്ക് യു സൂരി സാർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ്. എൻ്റെ പ്രൊഡ്യൂസർ കുമാർ, ഡയറക്ടർ പ്രശാന്ത് സാർ, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമായിരിക്കും. എല്ലാവർക്കും, കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ 16th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും, പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ചെറിയ കുശുമ്പ്, സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറേ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോടൊരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു, ഐഷു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. ഇതൊരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽട്ട് ആയിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ, ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമുള്ള ഇപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. ഇപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും, ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിൽ നിന്നാണ് ഫ്രണ്ട് അഭിനയിക്കാൻ, ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്കാള് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JP സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻകുട്ടിയാണ് ഭയങ്കര. സാറിൻ്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല.
இல்லை உன்னி சாருக்கு ஃபஸ்ட்டு இந்த நேரத்தில் ஸோ ரொம்ப ரொம்ப நன்றி, ரொம்ப ரொம்ப தேங்க்ஸ். ஏன்னா கருடன் மூவி, வெற்றிமாறன் மூவி ஃபஸ்ட்டு விடுதலை, செகண்ட் மை மூவி கருடன். ஓகே, அப்போ கருடனுக்கு அந்த மெயின் ரோல் ஒரு வில்லன் ரோல் யார் அப்படின்னு எல்லாம் ரொம்ப ட்ரை பண்ணிட்டே இருந்தோம். ஸோ அப்போ ப்ரொடியூசர் சொன்னாங்க, டைரக்டர் டிஸ்கஸ் பண்ணிட்டு இந்த மாதிரி உன்னி சார் சொன்னாங்க, இந்த மாதிரி ஆக்டர் உன்னி சார் அவருடைய ஃபோட்டோ காட்டினாங்க. ஒன்று சார் இவர் ஐயப்பன் ஹீரோ, ஆமாம் சார் அவர் இந்த வில்லன், உங்களுக்கு ஓவரத்தை டூ மச் இதெல்லாம் எப்படி இது அவர் வந்து வில்லனாக இருப்பார்? இல்லை நான் ஸ்டோரி சொன்னேன், அவர் ஸ்டோரி கேட்டுட்டு நான் ஸ்டோரி கேட்குறேன், பிடிச்சிருந்தா நான் ஓகே சொல்லியிருக்காரு. பாப்பா வேண்டவே வேண்டாம், எனக்கு ஒரு மாதிரியா இருக்கும், அவர் இப்படி இருக்காரு, நல்ல ஹேண்ட்ஸமாக மேலேஜாக இருக்கார், நான் போயிட்டு பக்கத்தில் போயிட்டு எப்படி இது டூ மச் வேணும், இல்லை ஸ்டோரி கேட்குன்னு சொல்லிக்க அமெரிக்காவில் இருக்கார் அப்படின்னு சொன்னாங்க. அப்புறம் பிரதர் வந்து ஸ்டோரி கேட்டாங்க, ஸ்டோரி கேட்டு பிடிச்சி போய் ஓகே அப்படின்ட்டாங்க. நான் டைரக்டர்கிட்ட கேட்டு ஓகேவா சொன்னீங்களா, நான் தான் ஹீரோன்னு சொன்னீங்களா அப்படின்னு எல்லாமே கேட்டால் ஓகேன்ட்டாரு. ஐயோ எனக்கு அந்த ஒரு பயம் இருந்துக்கிட்டே இருந்துச்சு. ஏன்னா நான் அந்த மூவியை பார்த்துருக்கேன், அப்படி ஒரு கலெக்ஷன் அந்த மூவி, அப்படி ஒரு அழகான ஹீரோ, எப்படி இவர் அப்படி யோசிச்சுக்கிட்டே இருந்து ஸ்பாட்டுக்கு வந்தார். அந்த ஃபஸ்ட் நாள் வந்ததுலேருந்து எண்டு ஷூட்டிங் முடிகிற வரைக்கும் நான் ஒன்று நினச்சி பார்த்தீங்களா, இப்படி ஒரு ஹீரோ இப்படி இருப்பார் என் இமேஜினேஷன், அது அங்கே இல்லவே இல்லை, ஒரு துளி கூட இல்லவே இல்லை. எண்டு வரைக்கும் அவர் ஒரு சாதாரண ஒரு சின்ன ஆர்டிஸ்ட் மாதிரி அவர் பிஹேவ் பண்ணுவார். எனக்கு ஒரு மாதிரி ரொம்ப சங்கட்டமாக இருக்கு, பிரதர் என்ன பிரதர் எதுவுமே இல்லை அவர். நான் லாஸ்ட் ஃபைட்டில் டேரக்டர்கிட்ட கேட்டேன், சார் ஒரே அடி இப்படி அடிச்சான்ட்டு நான் போயிருக்கேன் சார், ஏறல என்ன சார், இல்லை அவர் சொல்லிட்டு கேரக்டர் என்னவோ அதுதான் அப்படின்னாரு. ஆனால் அந்த படம் முடிச்சுட்டு நான் அந்த படம் பார்க்குறப்ப படத்தை ஃபுல்லாக போட்டு பார்த்தாங்க. படத்தை பார்த்துட்டு உண்மைக்கு எனக்கு என்ன சொல்கிறேன்னு தெரியல, நான் அங்கேருந்து உண்மைக்கு நான் டேரக்டர் சொன்னேன், உன்னி சாருக்கு ஃபோன் பண்ணுங்க, ஒரே ஒரு தேங்க்ஸ் சொல்லிக்கிறோம் அப்படின்னு சொன்னேன். சார் பிரதர் அந்த படம் மிகப்பெரிய ஹிட்டு, பெரிய கலெக்ஷன். ஸோ அதுக்கு உண்மைக்கு உன்னி பிரதரோட பங்களிப்பு தான். ஸோ அவர் கூட நடித்தது தான் எனக்கு அந்த படத்துக்கு கரெக்டான ஒரு கேரக்டர், ஒரு ஆக்டர் அங்கே இருந்ததுனால தான் அந்த படம் ஹிட் ஆச்சு. ஸோ நீங்கள் ஒத்துக்கிட்டதுக்கு ரொம்ப ரொம்ப நன்றி பிரதர், ரொம்ப ரொம்ப நன்றி. உண்மைக்கு நான் கடவுளுக்கு நன்றி சொல்லுவேன். ஏன்டா நான் எல்லாத்தையுமே சொல்லுவேன், எனக்கு டோட்டல் இந்தியா மூவிலே எனக்கு மலையாள ஃபீல்டு ரொம்ப பிடிக்கும், ரொம்ப பிடிக்கும். இன்னும் கூட எனக்கு ஆசையாக இருந்துச்சு, ஸோ அவங்க முன்னாடி நான் வேட்டிட்டு வரணுன்ட்டு. எல்லா ஆக்டர்ஸும் ரொம்ப நான் ஃபாலோ பண்ணுவேன், எனக்கு ரொம்ப பிடிக்கும். அப்படி இருக்கிறப்ப எனக்கு கரெக்டாக வந்து எனக்கு அவரே வந்து எனக்கு இந்த படத்தில் நடித்தது எனக்கு ரொம்ப சந்தோஷம், நன்றி. இப்போ இங்கே வர்றப்ப பிரதரை கேட்டேன், பிரதர் எனக்கு என் லைஃப்பை நிறைய அவர்கிட்ட ஷேர் பண்ணியிருக்கேன். பிரதர் இந்த மாதிரி இங்கே வர்றோம், நாங்கள் எங்கள் கூட இருந்த சப்போர்ட்டாக இருக்குது, எனக்கு சரியாக எனக்கு மலையாளம் தெரியும், என்னைக்கு தேட்டர் நான் ஓகே நான் வர்றேன், நான் வந்துடுறேன் ஓகே அப்படின்னு இப்போ வந்து இங்கே வந்திருக்காங்க. இதுக்குமே டூரிஸ்ட் ஃபேமிலிக்கு சப்போர்ட் பண்ணாங்க சசிகுமார் சாரோட. இந்த மூவிக்கு எங்கள் மாமன் மூவிக்கு அங்கே வந்திருக்காங்க. ரொம்ப நன்றி பிரதர். நீங்கள் வர வேண்டிய அவசியமே இல்லை, பட் இருந்தால் நீங்கள் இங்கே வந்திருக்கீங்க, ரொம்ப നന്ദി ബ്രദർ. താങ്ക് യു ബ്രദർ. ഞാൻ എൻ്റെ ടീമിനെ പറ്റി സംസാരിച്ചില്ല. ജസ്റ്റ് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൈക്ക് തിരിച്ച് കാണിച്ചത്. ഒന്ന്, സൂരി സാറ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജെന്യുവനായിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിൽ. എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ശ്വാസിക്കാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ്, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. സീയിങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹെർ ഡ്യൂ, ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹെർ ഡ്യൂ ഹിയർ. ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരിക്കോരി സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസിക എന്ന് പറഞ്ഞ ആക്ടറിന് അവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ്. മാരി സെൽവരാജ് സാറിൻ്റെ സ്പീച്ചിൻ്റെ ഒരു 3/4 ഓഫ് ടൈം ശ്വാസികനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹിഷാം ആണെങ്കിലും അതെ, നമ്മുടെ അവിടേക്ക് തമിഴിലേക്ക് വന്നതിന് ശേഷം
കൊടുക്കുന്ന ഓരോ പാട്ടും വൺസ് മോറിൽ വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹിറ്റാണ്. നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി 6 സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും? 17-18 മിനിറ്റ്സ്. അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോള് പോയി. ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഇമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത്. സോ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇവർ മാത്രമല്ല, ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട്. രാജ്കിരൺ സാറുണ്ട്, ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ, പ്രൊഡ്യൂസർ കുമാർ സർ, എഡിറ്റർ, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലി എക്സ്പീരിയൻസ് കിട്ടിയതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത്, എന്നാലും ഇവരുടെ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനോട് മോൺസ്റ്റർ അത് KGF ഡയലോഗ്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ ദാറ്റ് തിങ്. നോ KGF വർഷങ്ങൾക്ക് ശേഷം എന്തായാലും മനസ്സിലായില്ല കാര്യം. അത് സാരില്ല. கொஞ்சம் மிக்ஸ் ஆயிடுச்சு. மான்ஸ்டர் கரெக்ட் தானே? அதான் கண்டென்ட் கரெக்ட் தான். ஆமா, ഇമോഷൻ മനസ്സിലായില്ലേ? അത് മതി ഭാഷ. സോ അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റും ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും. പുള്ളി എങ്ങനെയാണോ, നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക. അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ എടുക്കുന്നത്. സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ഹാവ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഇറ്റ്. അത്രയോട് കഴിഞ്ഞു. ഇങ്ങനെ ചില സമയത്ത് നമുക്ക് തോന്നും മലയാളത്തിൽ ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ, ബാക്ക് ടു ബാക്ക് മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ. കുറേ വർഷമായി എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട്. ഇപ്പോൾ തമിഴിൽ ഞാൻ ചെയ്ത മൂവീസിൻ്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം പൊറിഞ്ചുമറയും ജോസ്, വാസന്തി, ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ. അതല്ലാതെ എല്ലാം അപ്പം അങ്ങനെ ചില സമയത്ത് ആലോചിക്കും, അയ്യോ എന്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ 1 വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ. അപ്പം ആലോചിക്കും റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും. അപ്പം ശരി, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ഇപ്പം സന്തോഷമാണ്. ഇപ്പം നമ്മൾ തമിഴിൽ ചെയ്യുന്നു, നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ, എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു. അത്രയും സ്വീറ്റാണ് സാറ്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തും. അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ 32-40 ദിവസം നമ്മൾ അഭിനയിച്ചു. ഈ 40 ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് നന്നായി, ആ സീൻ നന്നായി, അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ്. അപ്പം അങ്ങനെ ഒരു കോ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം. പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു ഒരു പാഠമാണ്. നമുക്ക് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാറിൻ്റെ ലൈഫ് തന്നെ. അപ്പോൾ അത് വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ. സോ അത്രയും നല്ല ഒരു വ്യക്തിയോട് വർക്ക് ചെയ്യാൻ പറ്റി. സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. JP സാറ്, രാജ്കിരൺ സാറ്. സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഐഷുവും ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ, ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കും ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ. അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്കായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ. അപ്പം ഹാപ്പിയാണ്. ஆமாம், கண்டிப்பாக இருக்குது. அது அந்த மாமாவுக்கும் அந்த பையனுக்கும், ஸோ பிரதர் அண்ட் சிஸ்டர்ஸ்
சிஸ்டர் பையன் மாமன். ஸோ இந்த பாண்டிங் வந்து அது படத்தில் ரொம்ப ரொம்ப இதாக இருக்கும். என் லைஃப்பில் எனக்கு ரியலாகவும் அந்த மாதிரி இருந்திருக்கு. என்னோடய அம்மா மை மதர், என்னோடய மாமா. ஸோ என்னோடய அம்மா கூட 5 கேர்ள்ஸ், ஒரு ஜென்ஸு. ஸோ 6 பேர். அதில் இந்த 5 கேர்ள்ஸ், என் மாமா ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங். 25 இயர்ஸ் பேசலை. 25 யாருமே பேசலை. எங்கள் வீட்டில் எனி ஃபங்க்ஷன்ஸ், நாங்கள் சின்ன பசங்க, இந்த பையன் மாதிரி தான் இருப்பேன் நான் சேம். ஆனால் நாங்கள் ஒவ்வொரு டைம் நம்ம ஃபங்க்ஷன், அங்கே தமிழில் வந்து எனி ஃபங்க்ஷனுக்கும் ஃபஸ்ட் இம்பார்ட்டன்ஸ் வந்து மாமா, அவங்களுக்கு தான் முக்கியத்துவம் கொடுப்பாங்க, அவங்களுக்கு தான். ஸோ எல்லாத்துலேயும் பார்க்குறேன் மாமா வரமாட்டார். ஒய் கேட்டால் இல்லை ஒன்றும் இல்லை வரமாட்டார். ஸோ இங்கேருந்து நாங்கள் ரொம்ப பெரிய பையன் வரைக்கும் ஆகிட்டோம். அப்பவும் வரமாட்டார். என்னன்னு கேட்ட ரீசன் சொல்லவே மாட்டாங்க. எப்படா எனக்கு சின்ன பசங்க உங்களுக்கு தெரியாது அப்படின்றாங்க. 25 இயர்ஸ்க்கு அப்புறம் எங்கள் மாமாவும் எங்கள் அம்மாவும் ஒரு இடத்துல மீட் பண்ணாங்க. அவங்களால பேசவே முடியலை. ஒரு 5 மினிட்ஸ் பேசவே முடியலை அவங்களால. ஸோ அதுக்கப்புறம் தான் மீட் பண்ணாங்க. இதெல்லாம் தான் எனக்கு ரொம்ப கஷ்டமாக இருந்துச்சு. இது ஸோ இந்த மாதிரி நிறையா விஷயங்கள் இந்த இதுக்குள்ளே இருக்குது. ஒரு ஹஸ்பண்ட் ஒரு மனைவிக்குள்ளே, ஒரு ஒய்ஃப் அவங்களுக்குள்ளே இருக்க ஒரு சின்ன சின்ன விஷயங்கள், சிஸ்டர் பிரதருக்குள்ளே ஒரு சின்ன சின்ன விஷயங்கள், இல்லை அந்த மாமன் பையன் மட்டும் இல்லை, நீங்கள் அந்த இடத்துல அந்த பையனை எடுத்துகிட்டு யார் வேணாலும் வைக்கலாம். 2 பிரதர்ஸ் வைக்கலாம், அம்மா அப்பாவை வைக்கலாம், யார் வேணாலும் வச்சு பார்க்கலாம். லைஃப்பில் ஒரு சின்ன சின்ன பிணக்கங்கள் ஸோ அந்த மாதிரி ஒரு சின்ன சின்ன விஷயங்களில் மிஸ் அண்டர்ஸ்டாண்டிங் லைஃப்பில் யாருமே கூட பிறந்தவங்கன்னு சொல்லுவீங்களே, உடன்பிறப்பு யாரும் பேசுகிறதே இல்லை. சின்ன சின்ன ப்ராப்ளம் தான். 10 இயர்ஸ் 15 யாரும் பேசுகிறதே இல்லை. ஸோ லைஃப்பில் 2 லைன்ஸ் ரொம்ப வேல்யூவான லைன்ஸ். ஒன்று மன்னிச்சிடுங்க, ஒன்று மன்னிப்பு, இன்னொன்று நன்றி. ஸோ அதான் ரொம்ப வேல்யூவான வேர்ட்ஸ். ஒன்று சாரி, இன்னொன்று தேங்க்ஸ். இந்த 2 லைன்ஸை, ஸோ இந்த 2 லைன்ஸை யார் வந்து யூஸ் பண்ணலையோ அவங்க உண்மைக்கு வேல்யூவான மனிதர்கள் இல்லை, நாட் வேல்யூவான மனிதர்கள். அது அப்போ ஒரு 15 இயர்ஸ்க்கு அப்புறம் ஒரு சின்ன விஷயத்தில் யாரும் பேசாமல் இருக்கப்போ சாரி, என்னை மன்னிச்சு அப்படின்னு சொல்லி இம்மிடியட்டாக அது சால்வ் ஆகிடும். அப்போ எதுக்கு அந்த வேர்ட்ஸை யூஸ் பண்ணுறதுக்கு நம்ம தயங்கணும்? ஒரே ஒரு வார்த்தை தானே, ஒரு வார்த்தை, என்னை மன்னிச்சுற, ஏன் மை மிஸ்டேக், சாரி, ஓகே. யோசிச்சு பார்த்தா எதுக்கு 25 இயர்ஸ் மாமா பேசலை, ஏன் அம்மா 25 இயர்ஸ் பேசவே இல்லை, இப்போ 2 பேருமே சாரி. இப்போ டோட்டல் ஃபேமிலி இருக்குது. இந்த மாதிரி இதுக்குள்ளே நிறைய விஷயம் ரியல் லைஃப்பில் கனெக்டிங் ஃபுல் ஜாலியாக இருக்கும். பட் எமோஷன் நிறையா இருக்கும். கண்டிப்பாக இந்த மூவி ஃபினிஷிங் வெளியில் வந்தால் 100% மனைவியை ரொம்ப ரெஸ்பெக்ட் பண்ணுவோம் எல்லாருமே. ஐயோ அப்படின்ட்டு சப்போஸ் ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங் இருந்தால் கூட மனைவிக்கு ஒய்ஃபுக்கு உடனே கால் பண்ணி சாரி, என் மேலே தான் மிஸ்டேக், என்ன மன்னிச்சிடு அப்படின்னு சொல்லுவான். அக்கா பிரதருக்கு ஃபோன் பண்ணுவாங்க, இல்லை பிரதர் அக்காவுக்கு ஃபோன் பண்ணுவாங்க. ஸோ இது எல்லா லைஃப்லையுமே இது நடக்கலாம். ஸோ அதுதான் இந்த கதை. ஸோ அதை தான் இது அப்படியே இது. நான் எல்லாத்தையுமே லவ் பண்ணிடுவேன். ஸோ யார் வந்தால் அது எனக்கு ரொம்ப பிடிச்சது எனக்கு. ஸோ அது நெக்ஸ்ட் எனக்கு என் கேரக்டருக்கு ரொம்ப பிடிக்கும். நான் ஓகே, அவ்வளோதான். தேங்க்யூ பிரதர். Sir, we grown up watching Varthapadata Vali Prasangam, Rajini Murugan, Seemaraja. So, அந்த சூரிய மிஸ் பண்ணிருக்காது யாராவது சொல்லியிருக்கா இந்த ரீசெண்டாக? ஆடியன்ஸ் நிறையா சொல்லியிருக்காங்க. ஆனால் இப்போ அவங்க ஆடியன்ஸ் எல்லாமே லைக் பண்ணுறது இந்த சூரிய தான். ஸோ இப்போ எல்லாருமே என்ன சொல்கிறாங்கன்னா, ஓய் இவ்வளோ நாள் ரொம்ப லேட் இந்த பிளேஸ்க்கு, ஏன் இவ்வளோ லேட்டாக இருந்தீங்க தெரியல எனக்கு. வெற்றிமாறன் சார்ட்டாக கேட்கணும், அவர் கண்ணில் தான் நான் பட்டேன். ஸோ அதுக்கு முன்னாடி இந்த சூரி எனக்கே தெரியல, அவ்வளோதான். வெற்றிமாறன் சார் அவர் தான் என்னை ஃபஸ்ட்டு என்னை கண்டுபிடிச்சார். இதுக்குள்ளே ஒரு ஆக்டர் இருக்கார். ஸோ அவன் தான் குமரேசன். அந்த மூவி தான் விடுதலை. அதனால் இப்போ எல்லாருமே என்ன சொல்கிறாங்க, ப்ளீஸ் இப்படியே கண்டினியூ பண்ணுன்றாங்க. பட் கண்டினியூ பண்ண என் கையில் இல்லை. ஸோ ஆடியன்ஸ் அவங்க நினச்சாலும் நான் கண்டினியூ பண்ண முடியும். இப்போ வரைக்கும் சூப்பராக போயிட்டுருக்கு எல்லா மூவியும். உங்களோடையும் நம்ம சிவகார்த்திகேயனோடையும் அந்த கெமிஸ்ட்ரி ரொம்ப நல்லாவே இருக்கும். எப்போ மீண்டும் நீங்கள் ஒன்று சேர போகிறீங்க? இல்லை, கண்டிப்பாக ஒருவேளை சிவகார்த்திகேயன் நல்ல ஸ்கிரிப்ட் அதே மாதிரி வந்துச்சுனால்
100% அது ஓகே, எனக்கு கரெக்டாக இருக்கணும். காரணம் நான் ஃபஸ்ட்டு மாதிரி போய்ட்டு ஏதோ சும்மா ஜாலியாக ஃபுல்லாக தம்பி கூட ஃபுல்லாக பண்ணிட முடியாது. நான் அவருமே சொல்லியிருக்காரு. இப்போ நமக்கு நிறையா ப்ரொடியூசர்ஸ் நமக்கு நிறையா கமிட்மெண்ட் கொடுக்குறாங்க, நிறையா கோர்ஸ் அமௌண்ட் நிறையா போட்டு என்னைய ஸ்டோரி ஹீரோவாக என்னைச்சு படம் எடுக்கிறாங்க. அப்படின்னப்போ அதுக்கு நான் ரெஸ்பெக்ட் பண்ணணும் ஃபஸ்ட்டு. அப்புறம் இதுக்கு கண்டிப்பாக இந்த ரோல் அவங்கள டிஸ்டர்ப் பண்ண அளவுக்கு இருந்தால் நான் ஓகே. இது அவர் எஸ்கே பிரதர் தம்பியே சொல்வார், கரெக்டான ரோல் வந்தால் மட்டும் நம்ம 2 பேரும் சேர்ந்து நடிக்கணும்னு சொல்லுவார். நான் எதிர்பார்க்குறேன் கண்டிப்பாக அப்படி ஒரு நல்ல ரோல் வந்தால் கண்டிப்பாக பண்ணுவேன். அவர் கூட வந்தால் நல்லா தான் இருக்குன்னு நினைக்கிறேன். பாப்பா தம்பியே சொல்லுவாப்பில்ல. ஃபேமிலி ஆடியன்ஸ் தான் ஹோல் ஆடியன்ஸ். ஃபேமிலிக்குள்ளே எல்லாமே வந்துடுறாங்கல்ல, சின்ன பையன் இப்படி எல்லாமே வந்துடுவாங்க. ஃபேமிலி அண்டு எமோஷனல் இருக்கும், ஃபன் இருக்கும் ஃபுல்லாக. உங்கள் ஃபேமிலி ரொம்ப பெரிய ஃபேமிலின்னு நான் பார்த்துருக்கேன். இதில் ஒரு 10 பேர் மட்டும் எடுத்துட்டோம்னா எங்கள் ஃபேமிலி தான். நம்ம யாராவது எங்கள் மூவி பார்க்க எங்கள் ஃபேமிலி போகிறா இருந்தால் தேட்டருக்கான சொல்லுவாங்க, சார் இவர் ஃபேமிலி வர ஆல்ரெடி சொல்லியிருந்தா நான் இந்த ஷோ கேன்சல் பண்ணியிருப்பேன், இவர் ஃபேமிலியை வர வச்சிருப்பேன் அப்படின்னு சொல்லுவாங்க. சார் அவ்வளோ பெரிய ஃபேமிலி இருக்குது உங்களுக்கு, அது எவ்வளோ ஹெல்ப் பண்ணிட்டாங்க இந்த படம் எழுதுறதுக்கு? ரொம்ப ஹெல்ப்பாக இருந்துச்சு. என்னோட நான் ஒரு 10 ஸ்டோரி மேலே வச்சுருக்கேன் நான். ஸோ என் ஃபேமிலி தான் எல்லாத்துக்குமே காரணம். இன்றைக்கி நான் இந்த அளவுக்கு நான் 97 நான் சினிமாவுக்கு வந்தேன், 97 வந்தேன். ஸோ எல்லா வேலையும் பார்த்து நான் பார்க்காத வேலையே ஒர்க்கே இல்லை, எல்லா ஒர்க்கும் வந்தேன். ஸோ சினிமாவுக்கு என்ட்ரி ஆகி 10 இயர்ஸ் நான் மூவியை பார்க்கவே முடியலை. அதுக்கப்புறம் இந்த மூவியை பார்த்து மூவிக்குள்ளே உள்ளே போய் நிறையா ஒர்க் பண்ணிட்டு ஸோ 2009 தான் எனக்கு ஒரு சினிமாவுக்கு நான் என்ட்ரி ஆக முடிஞ்சிச்சு. ஸோ இது எல்லாத்துக்குமே எனக்கு சப்போர்ட்டு என் ஃபேமிலி தான். இப்போ நான் இந்த அளவுக்கு இருக்கேன்னா எல்லாத்துக்குமே என் ஃபேமிலி தான் ഫുൾ സപ്പോർട്ട്. തമിഴിൽ നടന്ന ലോഞ്ചിൽ ഐശ്വര്യയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതായത് സൂര്യ സാറാണ് നായകൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നായിക ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി, എന്തായിരുന്നു ശരിക്കും നടന്നത്, എന്താണ് സംഭവിച്ചത്? ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന, ഹിറ്റ്സിനും ഉപരി എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇൻഡസ്ട്രിയിലുള്ളവരാണ് ചോദിച്ചത്. പിന്നെ അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ. അത് കഴിഞ്ഞ് ഷൂട്ടിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസവും നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് വളരെ സൂതിങ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ മനസ്സിരിക്കുന്നത്. നമ്മൾ സെറ്റിലുള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല, ഈഗോ ഇഷ്യൂസ് ഇല്ല, സെറ്റിൽ സമയത്തിന് വരാത്തതിൻ്റെ പ്രശ്നങ്ങളില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ശ്വാസിക അഭിനയിച്ച സാറ് നമ്മുടെ അടുത്ത് മാത്രമല്ല, സാറ് നമ്മളില്ലാത്ത സ്ഥലങ്ങളിലും നമ്മളെപ്പറ്റി പോയി പറയും. ഇപ്പോൾ PR-ന് വേറെ കാശൊന്നും കൊടുക്കണ്ട, സാറുണ്ട്. അങ്ങനത്തെ വേറെ കാശ് കൊടുക്ക വേണ്ട, നിങ്ങൾ ഇതാ പോയി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇമോഷണലായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെനിക്ക് അത് പറയണം എന്ന് തോന്നി. അങ്ങനെ ഒരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞത്. അത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, വന്നുപോയി. ലൈഫിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഇപ്പൊ ഈ വർഷം റിലീസിന് വരുന്ന സിനിമയാണ്? അതെ, അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്? ജൂൺ 5-നാണ് റിലീസ്. എനിക്ക് ചെറിയൊരു റോളാണ് സിനിമയിൽ. காமெடி கேரக்டர்ல பார்த்துருக்கேன், ஹீரோவா பார்த்துருக்கேன், ஒரு சூப்பர் வில்லனா பார்க்க முடியுமா? நல்ல ஸ்டோரி. அது எப்படி சொல்றது, கண்டிப்பாக நான் அந்த வில்லனை பண்ணி ஏற்றுக்கிற மாதிரி இருந்துச்சுன்னா. ஏன்னா அந்த விடுதலை பார்ட் 1 பார்க்கும்போதெல்லாம் அவ்வளோ பெயின், அந்த தியேட்டர் சீட்ல இருக்க முடியாது, அவ்வளோ பெயின் அந்த கேரக்டர். அப்போ அந்த கரெக்ட் அந்த வில்லனை நான் பண்ண கரெக்டாக இருக்கும் அப்படின்னு ஒன்று இருந்துச்சுன்னா ஓகே பண்ணுறேன். சார் நிவின் பால் கூட ஒரு படம் ராம் சார் டைரக்ஷனில் பண்ணிட்டு, ஸோ அதோட அப்டேட் ரிலீஸ்? இந்த படம் ஃபினிஷிங் ஆயிடுச்சு, இன்னும் ஒரு 1 month ரிலீஸ் ஆகும். நிவின் கூட ஒரு படம் பண்ணியிருக்கேன். என் பிரதர், குட் கேரக்டர், ரொம்ப ஜாலியான ஒரு மனிதர். படம் ரொம்ப நல்லா வந்திருக்கு. நிவினுக்குமே அது வேற ஒரு மூவியாக இருக்கும். அது ரொம்ப சூப்பராக பண்ணியிருக்காரு. തമിഴിൽ ഇപ്പോൾ ഇറങ്ങിയ ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് ആയിട്ടിരിക്കുന്ന മെയ്യഴകൻ ആണ്. അപ്പോൾ അത്രയും കളക്ഷൻ്റെ കൂടുതൽ ഹ്യൂമൻ റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അത്രത്തോളം ഡെപ്ത് കിട്ടിയ ഒരു പടമായിരുന്നു. അപ്പം സൂര്യ സാർ ഇതിനകത്ത് വരുന്നു, മാമനിൽ വരുന്നു, എത്രത്തോളം പ്രതീക്ഷകളുണ്ട്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളി ക്യാരി ചെയ്യുന്ന ഇമോഷനും ആ വ്യക്തിത്വവും എല്ലാം മാത്രമല്ല സാറ് പറയുകയും ചെയ്തു സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് കഥ എഴുതിയതും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയുന്നതുകൊണ്ടും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഒരു നല്ല ഗംഭീരമായ ഒരു കുടുംബ ചിത്രമായിരിക്കും. പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും, ഈ യൂത്തും ചെറുപ്പക്കാരും എല്ലാവരും ഫാമിലീസും ഉൾപ്പെടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് പേര് പണ്ട് ചെയ്ത തമാശ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യുമോ, അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരാവശ്യമില്ലല്ലോ. ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് ലൈഫിൽ ഒരു നായകൻ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ട് സാർ എന്നെ ഒരു പടം നിൽക്കില്ല എന്താ ബോട്ട് മണ്ടാടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സൂര്യ എന്നൊരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും കാണും. ஐ திங்க் சார் யூ ஷுட் பி டூயிங் மோர் டிஃப்ரெண்ட் அந்த பழைய சூரிய அங்கே இருந்தார், ரொம்ப பிடிக்கும் எனக்கு. நான் வந்து எதிர்பார்க்குறேன் நீங்கள் என்ன யுவர் கான்ட்ரிபியூஷன் டு சினிமா வில் பி மச் கிரேட்டர். ஸோ பழைய சூரி அங்கே தான் இருக்கட்டும் இன் அவர் ஆர்ட்ஸ். பட் புதுசாக சூரிய எப்படி இருக்கும் அதுதான் நான் எதிர்பார்க்குறேன். ஸோ வித் மாமன் ஐ எம் 200% ஷுவர் இது உங்களோட கரியரில் மிகப்பெரிய ஒரு ஹிட்டாக இருக்கும். அண்ட் வரப்போகிற மூவிஸ்க்கும் எல்லாத்துக்கும் ஐ திங்க் நான் ஆஸ் அ ஃபேன் அண்ட் ஆஸ் அ தம்பி நான் ரொம்ப எதிர்பார்க்குறேன். ஸோ டெஃபினட்டாக என்ன சைடில் வச்சுங்க இங்கே ப்ரொமோஷன் ஐ வில் கீப் ஷேரிங் போஸ்டர்ஸ். ஓகே. വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല എനിക്ക്. നല്ല അനുഭവങ്ങളാണ്, പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. പക്ഷേ സിനിമയ്ക്ക് ഭാഷയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ എനിവേസ് നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഫിലിം മേക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. പുതിയ ആക്ടേഴ്സ്, പുതിയ ടെക്നീഷ്യൻസ് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വിച്ച് ഇസ് ഓൾവേസ് ഗുഡ്. മൈ ബ്രദർ വെയിറ്റിംഗ് அவர் மூவிக்கு. உன்னி பிரதர் எப்போ கூப்பிட்டாலும் கண்டிப்பாக நான் ரெடி. அவர் எனி டைம் கூப்பிட்டாலும் நான் ரெடியாக இருக்கேன் அவருக்காக. அவர் சொன்னார் இந்த படத்தை வந்து இங்கே கேரளாவில் வந்து ஸ்ரீபிரியா மூவிஸ், ஸோ அவங்க கார்டன் அவங்க தான் வாங்கியிருந்தாங்க. ஆமாம், இப்போ இந்த மூவியும் ஸ்ரீபிரியா மூவிஸ் கம்பெனி அவங்க தான் வாங்கியிருக்காங்க. தேங்க்யூ சார், ரொம்ப ரொம்ப நன்றி சார். ஸோ இந்த படமும் கண்டிப்பாக ஒரு ஹிட் படமாக அமையும் நான் நினைக்கிறேன். தேங்க்யூ.